തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ തൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ ഓർത്തെടുക്കുന്ന ജോസഫിന് വികാരമടക്കാൻ പാടുപെട്ട് അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ജോസഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ്. നിങ്ങളുടെ സഹോദരൻ ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണത്തിൻ്റെ 24ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായവും 46-ാം അധ്യായവും, ജോബിൻ്റെ പുസ്തകത്തിൽ 37-38 അധ്യായങ്ങളും, സുഭാഷിതങ്ങളിൽ 4-ാം അധ്യായം 20 മുതൽ 27 വരെയുമാണ് നമ്മളിന്ന് പ്രതിപാദിക്കുക. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. ജോസഫ് തന്നെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്ന സംഭവത്തോടെയാണ് ഈ 45-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ തൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ ഓർത്തെടുക്കുന്ന ജോസഫിന് വികാരമടക്കാൻ പാടുപെട്ട് അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ജോസഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ്. നിങ്ങളുടെ സഹോദരൻ ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് കേട്ട് സഹോദരന്മാർ അത്ഭുതപ്പെടുകയാണ്. ഈ സമയത്ത് സഹോദരന്മാരെ ആശ്വസിപ്പിക്കാൻ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. 45-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ എങ്ങനെയാണ്? എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കരുത്, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഈ 45-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും വചനത്തിൽ തുടർച്ചയായിട്ട് വീണ്ടും ഇത് തന്നെ പറയാണ്, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. സഹോദരന്മാരെ, നിങ്ങൾ വിഷമിക്കരുത്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളെ അപ്രകാരം എന്നോട് ചെയ്യിപ്പിച്ചത് ദൈവിക ദൂത് വഴിയുള്ള അത് പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യബോധമാണ് നിങ്ങളെ അപ്രകാരം പ്രവർത്തിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ജോസഫിൻ്റെ ചിത്രം. ആ വചനഭാഗത്തെ സന്ദേശം നമുക്ക് നൽകുന്നത് ഇപ്രകാരമാണ്: ദൈവമറിയാതെ ഒരു സങ്കടവും ആരുടെയും ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. നമ്മൾ വ്യക്തിപരമായിട്ടും സംഘാതാത്മകമായിട്ടും ഒക്കെ ഒറ്റപ്പെടുത്തുന്നു, നമ്മൾ മുറിപ്പെടുന്നു, പരാജയപ്പെടുത്തുന്നു എന്നൊക്കെ തോന്നുമ്പോഴും ദൈവമറിയാതെ ആരുടെയും ജീവിതത്തിൽ ഒരു സങ്കടവും ഒരു വേദനയും അനുഭവിക്കാൻ ഇടയാകുന്നില്ല എന്ന് ജോസഫിൻ്റെ ജീവിതം വെച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരോട് ജോസഫ് പറയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, അത് ദൈവിക പദ്ധതിയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് ജോസഫ് പറയാണ്, 5 വർഷങ്ങൾ കൂടി ഇവിടെ ക്ഷാമം തുടരും. എന്നിട്ട് ജോസഫ് പറയുന്നു, പിതാവിനോട് നിങ്ങൾ വീട്ടിൽ ചെന്ന് അറിയിക്കണം, മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന്. എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ പിതാവിനെയും കൂട്ടി നിങ്ങൾ അവിടെ ചെന്ന് തിരിച്ചു വരണമെന്ന് ജോസഫ് അറിയിക്കുകയാണ്. അങ്ങനെ ജോസഫ് എൻ്റെ സഹോദരന്മാരെ വീട്ടിലേക്ക് യാത്രയാക്കുകയാണ്. ആ സമയത്ത് ജോസഫ് ഹൃദ്യമായൊരു കൽപ്പന തൻ്റെ സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുത്താണ് വിടുന്നത്. വഴിയിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടരുത്. അതിനൊരു കാരണം, മുൻപ് ഇവർ ഒരുമിച്ച് അപ്പൻ്റെ അടുത്ത് ചെന്ന് ജോസഫിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയായിരുന്നുവെന്ന് തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ അപ്പൻ ചോദിക്കും, എന്താ അന്ന് സംഭവിച്ചത്? നിങ്ങളെന്നോട് ഇതുവരെ വിവരിച്ചത് എന്തായിരുന്നു? പിന്നെ എങ്ങനെയാണ് ജോസഫ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്? അവൻ മരിച്ചുപോയി എന്നാണ് പിതാവിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഇനി അതിൻ്റെ ഉത്തരവാദിത്വം ആരാണത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതൊക്കെ എന്നുള്ള ഒരു വഴക്കിന്, കലഹത്തിന് അവിടെ സാധ്യതയുണ്ട്. അത് കെടുത്തിക്കളയാൻ നിങ്ങൾ സന്നദ്ധരായിട്ട് വേണം തിരിച്ചു പോകാനെന്ന് ജോസഫ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മൾ 46-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരങ്ങൾ ചെന്ന് അപ്പനായ യാക്കോബിനോട് ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രംഗമൊക്കെ അവിടെ കാണുന്നു. യാക്കോബിൻ്റെ ഹൃദയം അത് കേട്ട് ഏറെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൃപ്തിയായി, മരിക്കും മുൻപ് ഞാൻ അവനെ പോയി കാണും. യാക്കോബ് ജോസഫിനെ കാണാനുള്ള യാത്ര തുടങ്ങുന്നതൊക്കെ തുടർന്ന് കാണുന്നു. ബേർഷബായിൽ എത്തിയപ്പോൾ ബലി അർപ്പിച്ചു.
ആദ്യ ബലിയർപ്പിച്ച സ്ഥലമാണ് ഈ ബേർഷബ. ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നത് അവിടെ കണ്ടുമുട്ടുകയാണ്. ദൈവം വിളിക്കുകയാണ്, യാക്കോബേ യാക്കോബേ. യാക്കോബ് മറുപടി പറയുന്നു, ഇതാ ഞാൻ. നീ ഈജിപ്തിലേക്ക് പോകാൻ പേടിക്കേണ്ട എന്ന് ദൈവിക ദൂതൻ യാക്കോബിനെ അറിയിക്കുകയാണ്. ഞാനാണ് നിന്നെ അങ്ങോട്ട് വിടുന്നത്. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കി മാറ്റും എന്ന് വാഗ്ദാനം നൽകുകയാണ് യാക്കോബിനോട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നടത്താൻ പോകുന്ന യാത്രകളൊക്കെ ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. വെറും 75 പേരായിട്ട് കാനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബ് തുടർന്ന് 20 ലക്ഷം പേരായിട്ടാണ് കാനാനിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ, അതിൻ്റെ പൂർത്തീകരണം യാക്കോബിൽ, ഇസ്രായേലിൽ അത് കണ്ടുമുട്ടുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ സംശയിക്കരുതെന്ന് യാക്കോബിൻ്റെ ജീവിതം വെച്ച് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം പ്രവർത്തിക്കും. ഇന്ന് നിൻ്റെ ജീവിതത്തിലുള്ള കണ്ണീര് അത് നീ വിഷമിക്കാനുള്ളതല്ല. ദൈവം നിനക്ക് പ്രവർത്തിക്കും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് വിടുക. എന്നാൽ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ദൈന്യതയുടെ കഷ്ടപ്പാടിൻ്റെ ആധിക്യത്തിലേക്കാണ് ഇസ്രായേൽ സമൂഹം എത്തിപ്പെടുന്നത്. 400 വർഷം അവർ അവരുടെ അടിമത്തത്തിൽ, കഷ്ടപ്പാടിൽ, കണ്ണുനീരിൽ അടിമകളായിട്ട് ഇഷ്ടികച്ചൂളയിലൊക്കെ പണിയെടുത്ത് ജീവിച്ചു. ആ ജനതയുടെ കഷ്ടപ്പാടിൻ്റെ, വിയർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ ഫലം തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കണ്ടുമുട്ടുകയാണ്. അതിൻ്റെ പിൻതലമുറക്കാരായ ഇന്നത്തെ ഇസ്രായേൽ എന്ന ജനത ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തവരായിട്ട് നിലകൊള്ളുകയാണ് പ്രതിസന്ധികളുടെ നടുവിലൊക്കെ. പിതാക്കന്മാർ സഹിച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. മൊസാദ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. സകലരുടെയും കണ്ണു വെട്ടിച്ച് മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി ആ രാജ്യത്തിൻ്റെ വിമാനം എടുത്തുകൊണ്ടു പോകുന്ന ചരിത്രം വരെയുണ്ട് ഈ മൊസാദിന്. ഈ ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗം യഹൂദരുടേതാണ്, ഇസ്രായേലിൻ്റേതാണ്. എത്ര ജനത അവരെ പീഡിപ്പിച്ചു, ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു, കൊന്നുതള്ളാനായിട്ട് ആവേശത്തോടെ മുന്നോട്ട് വന്നു. എത്ര ജനത അവരെ തകർക്കാൻ നോക്കിയോ അതിന് മാത്രം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രമുള്ളൊരു ജനതയാണ് ഇസ്രായേൽ. തകരുന്നൊരു ജനമല്ല, ദൈവം സ്വന്തമായിട്ട് സ്വീകരിച്ച് ചേർത്തു പിടിച്ച തെരഞ്ഞെടുത്ത ഒരു ജനതയാണ്. യേശു ജനിച്ച ഒരു ജനതയാണ്. അത് തകർക്കപ്പെടുകയില്ല എന്ന് വചനം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. മറക്കാതിരിക്കുക, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവർ ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ 37-38 അധ്യായങ്ങളിൽ ജോബേ നീ കേൾക്കുക, ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക, ദൈവശക്തിയെ പ്രഘോഷിക്കുക, സഹനങ്ങളിൽ ദൈവത്തിൻ്റെ നന്മ കാണാൻ, പദ്ധതികൾ കാണാൻ ജോബിനെ ഒരുക്കിയ നല്ല ചിന്തകൾ ജോബിൻ്റെ പുസ്തകത്തിൽ കണ്ടുമുട്ടുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വചനഭാഗത്ത് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക, അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, നിൻ്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ, വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നാതെ ജീവിക്കാൻ പരിശ്രമിക്കുക, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഈ ദൈവിക ചിന്ത നമ്മെ സഹായിക്കുമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അധ്യായം 45. തൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചുപോയി. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട്, എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ.
എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ തിടുക്കത്തിൽ പിതാവിൻ്റെ അടുത്തു ചെന്ന് അവനോട് പറയുക, ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു. എൻ്റെ അടുത്തു വരണം, ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു. അങ്ങേക്ക് ഗോഷനിൽ പാർക്കാം. അങ്ങ് എൻ്റെ അടുത്തായിരിക്കും. അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും. അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം. ക്ഷാമം 5 കൊല്ലം കൂടി നീണ്ടു നിൽക്കും. അങ്ങും കുടുംബവും അങ്ങേക്കുള്ളവരും പട്ടിണിയിൽ അകപ്പെടാതിരിക്കും. ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ. ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെപ്പറ്റിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക. വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക. ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെഞ്ചമിനും അവൻ്റെ തോളിൽ തലചായ്ച്ചു കരഞ്ഞു. അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ അവർ അവനോട് സംസാരിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക. മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാൻ ദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എൻ്റെ അടുത്ത് വരിക. ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം. മണ്ണിൻ്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. അവരോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്നും രഥങ്ങൾ കൊണ്ടുപോവുക. നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങളുടെ വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട. ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും. ഇസ്രായേലിൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു. ഫറവോയുടെ കൽപ്പനയനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്കു വേണ്ട വകകളും കൊടുത്തു. അവൻ അവർക്ക് ഓരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി. ബെഞ്ചമിനാകട്ടെ 300 വെള്ളി നാണയവും 5 വസ്ത്രവും കൊടുത്തു. അവൻ 10 കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും 10 പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്കു വേണ്ട വകകളും തൻ്റെ പിതാവിന് കൊടുത്തയച്ചു. അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി. അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഒഴുക്കി വെച്ച് ചണ്ട കൂടരുത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്തെത്തി. അവർ അവനോട് പറഞ്ഞു, ജോസഫ് ജീവിച്ചിരിക്കുന്നു. അവൻ ഈജിപ്ത് മുഴുവന്റെയും ഭരണാധികാരിയാണ്. അവൻ സ്തബ്ധനായിപ്പോയി. അവൻ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന് ഉന്മേഷം വീണ്ടുകിട്ടി. അവൻ പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. മരിക്കും മുൻപ് ഞാൻ പോയി അവനെ കാണും. അധ്യായം 46. തൻ്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു. ബേർഷേബായിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികളർപ്പിച്ചു. രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേ, യാക്കോബേ. അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിന്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട. കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. യാക്കോബ്
ബർഷെബായിൽ നിന്ന് യാത്രയായി. ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി. പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേരുവിവരം: യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ. റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ശിമയോന്റെ പുത്രന്മാർ യമൂവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ, സോഹാർ. കാനാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കൊഹാത്ത്, മെറാറി. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഹ്, പേരസ്, സോഹ്. ഏറും ഓനാനും കാനാൻ ദേശത്തു വെച്ച് മരിച്ചു. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസാഖറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യോബ്, ഷിമ്രോൻ. സെബുലൂണിന്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലേൽ. പാദാനാരാമിൽ വെച്ച് യാക്കോബിന് ലേയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ. അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു. അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം 33. ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ, ഹഗ്ഗി, ഷൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. അവരുടെ സഹോദരി സേറഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബാൻ തന്റെ മകളായ ലേയായിക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ. യാക്കോബിന് സിൽഫയിൽ 16 മക്കളുണ്ടായി. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ്, ബെഞ്ചമിൻ. ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രായിമും ജനിച്ചു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഏഹിറോഷ്, മുപ്പീം, ഹുപ്പീം, ആരദ്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ 14 പേരും. ദാനിന്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലം. ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ 66 പേരാണ്. ഈജിപ്തിൽ വെച്ച് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ 70 പേരാണ്. ഗോഷനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂദായെ മുൻകൂട്ടി അയച്ചു. അവർ ഗോഷനിലെത്തിച്ചേർന്നു. ജോസഫ് തന്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ. എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് തന്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമായി പറഞ്ഞു, ഞാൻ പോയി ഫറവയോട് പറയട്ടെ, കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർ ഇടയന്മാരാണ്. കാലിമേയ്ക്കലാണ് ഇവരുടെ തൊഴിൽ. ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലിമേയ്ക്കുന്നവരാണ്. ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ ഗോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കൂ. കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്. അധ്യായം 37. ഇത് എന്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു. സ്വസ്ഥാനത്ത് നിന്ന് അത് ഇളകിപ്പോകുന്നു. അവിടുത്തെ ശബ്ദത്തിന്റെ മുഴക്കവും
അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു. തന്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല. അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു. നമുക്ക് അഗ്രാഹ്യമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു. തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്രവയ്ക്കുന്നു. വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു. അവിടെ തന്നെ വസിക്കുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റ് തന്റെ അറയിൽ നിന്ന് വരുന്നു. ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും. ദൈവത്തിന്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ട ഉണ്ടാകുന്നു. സമുദ്രം ഉറഞ്ഞ കട്ടയാകുന്നു. അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു. മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു. അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു. മനുഷ്യന്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നു. ജോബേ, നീ കേൾക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. ദൈവം തന്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ വെച്ച് അതിന്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ജ്ഞാനസമ്പൂർണനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ? തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ? ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടുത്തെ പോലെ നിനക്ക് സാധിക്കുമോ? അവിടുത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുക. അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവിടുത്തോട് പറയണമോ? നാശത്തിനിരയായി തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ? കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നിപ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഉത്തരദിക്കിൽ നിന്ന് സുവർണ ശോഭ വരുന്നു. ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു. സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്. ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല. അധ്യായം 38. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പൗരുഷത്തോടെ നീ അരമുറുക്കുക. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്കടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവുനൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഗർഭത്തിൽ നിന്നും സമുദ്രം പൊട്ടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ചു തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിനുടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയും ആക്കി. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു,
ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറമരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏത്? അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ? അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത്? വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ല് മുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആര്? മഴയ്ക്കൊരു ജനയിതാവുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു? ജലം പാറ പോലെ ഉറച്ചുപോകുന്നു, ആഴിയുടെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്കുരാശിചക്രത്തെ യഥാകാലം നയിക്കാമോ? സപ്തർഷിരാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ? ഈബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചെരിക്കാൻ ആർക്ക് കഴിയും? ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങി കിടക്കുമ്പോഴും ഗഹ്വരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടി കൊടുക്കുമോ? സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ? കുഞ്ഞുങ്ങൾ തീറ്റി കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്കു വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആര്? മകനെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരുക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക. കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ. നിന്റെ നോട്ടം മുമ്പോട്ട് മാത്രമായിരിക്കട്ടെ.
നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്. തിന്മയിൽ കാലൂന്നുകയുമരുത്.